അല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഈ മാറാട് കലാപത്തിൽ മദനിക്കുള്ള പങ്ക് പങ്കുണ്ട് ഈ വന്നു എന്ന് പറയുന്നത് ആയുധങ്ങളായിരിക്കാനാണല്ലോ സാധ്യത? ആയിരിക്കും, സംശയമില്ലല്ലോ, അതിലെന്ത് സംശയം. അത് സംബന്ധമായ എന്തെങ്കിലും സാർ പിന്നെ മൊഴി കൊടുത്തോ എവിടെയെങ്കിലും? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളുടെ കാലെങ്ങനെയാണ് പോയത്? എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് സാർ? RSSകാരെ ആക്രമിച്ചു. ഈ RSSകാർ ഇടത് കാലിലും വലത് കാലിലും ബോംബ് പ്രത്യേകം ഉണ്ടാക്കും? ഇല്ല, എന്താണ് സാറിൻ്റെ ഒരു സാക്ഷ്യം? ഞാനത് പറയുന്നുണ്ട്. അൻവാറശ്ശേരിയിൽ ഒരു കസേര എടുത്തിട്ട്, സ്റ്റീൽ കസേര എടുത്തിട്ട്, സ്റ്റീൽ മേശ എടുത്തിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴും ഞാൻ ഇരിക്കുമ്പോഴും ടീപ്പയിലൊരു കാൽ പൊക്കി വെക്കും മുഖത്തിന്. ഇങ്ങനെ ഒരു ടീപ്പയുടെ പുറത്ത് ഒരു കാൽ പൊക്കി വെച്ച് അവിടെ ഇരുന്ന് എന്തോ അയച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഉസ്താദേ, ഇതാണ് നമ്മളെ പുതിയ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ അനുയായികളാണോ കൊടുത്തത്? അനുയായികളെ. അപ്പം ഇങ്ങനെ ഈ കൈ ഇങ്ങനെ കാണിച്ചു. അവൻ കൈക്കാലത്ത് ഇപ്പോൾ സാധനം സ്ലിപ്പായി വീണ് പൊട്ടിയതാണ്. ഒരു കാലം മോളിൽ ഇരിക്കല്ലേ, ഒരു കാലം അവിടെ ഇരിക്കുന്നു, തറയിരിക്കുന്നു. ഇവൻ പിടിക്കാൻ ശ്രമിച്ചു. സെയ്ദ് അലവി എന്ന നിങ്ങളുടെ പേര് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പേര്. അവൻ്റെ 4 വിരൽ പോയി കയ്യിൽ. സ്വന്തം അനുയായികളുടെ കയ്യിൽ നിന്ന് അവിടെ ഉണ്ടാക്കി ബോംബ് സ്വീകരിക്കുമ്പോൾ അവർ തന്നെ വീണ് പൊട്ടിയത്. തറയിരുന്ന കാലിൽ ഈ ആണികൾ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ ആലപ്പുഴ പ്രസംഗത്തിലല്ലേ പ്രസംഗിച്ചത്. പരസ്യമായി പ്രസംഗിച്ച ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്ന് ഞങ്ങൾക്ക് ഈ ബുദ്ധി പോയില്ല എന്ന് പറഞ്ഞു. RSSകാരല്ല, സ്വന്തം അനുയായികൾ തന്നെയാണ്. സ്വന്തം അനുയായികൾ ഉണ്ടാക്കി ബോംബ് പൊട്ടി. അവിടെ നിന്ന് തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ അത് പൊട്ടിയതാണ്. അവിടെ മുതൽ ഈ മദനിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് ഞാൻ പിന്നെ മലബാറിലാണ്. ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ അറിയുന്നത് വിൽഭട്ട് സുഭാഷിൻ്റെ ഓഫീസിൽ മഞ്ചൂർ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മധുര അല്ല, 3-ാം ദിവസം ഞാൻ ആശുപത്രി വെച്ച് ഞാനും വിൽഭട്ട് സുഭാഷുമായിട്ട് ആദ്യമായിട്ട് കണ്ട ഞങ്ങളാണ്. ഇപ്പോൾ ഈ ആണി അത്രയും കാലിൽ കയറി. അപ്പോൾ അവിടെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു അത് അത്രയും പുള്ളി പറക്കാൻ ഒക്കില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സമ്മതിച്ചില്ല. മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് മാറ്റണം നിർബന്ധം പിടിക്കും വരും. അങ്ങനെയാണ് മുറിച്ച് മാറ്റി. കാരണം രക്തസാക്ഷിയാകണമല്ലോ. മനഃപൂർവ്വം ജയിച്ചതാണല്ലേ? മനഃപൂർവ്വം. അപ്പോൾ അത് കഴിഞ്ഞ് പാർട്ടിയൊക്കെ ഉണ്ടായി. 2ാമത് നിക്കാഹ് ചെയ്തു. എരുമേലിയിലുള്ള ഒരു സ്ത്രീയെ, സമ്പന്ന കുടുംബത്തിൽ നിന്ന്. അല്ല, ഇവരുടെ അല്ലേ പൂന്തറ സിറാജിന്റെ ഭാര്യയുടെ ചേച്ചി അങ്ങോട്ടൊക്കെ ആണെന്ന് തോന്നുന്നു. പൂന്തറ സിറാജൊന്നും അവിടെ ഒന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഭാര്യയോ? അതിനെ മൊഴിയൊല്ലി നിരപരാധികളെ ജീവിച്ചിരിക്കുമ്പോൾ. പക്ഷേ മദനിയെ ഈ അവസ്ഥയിലെത്തിക്കാൻ ഒരു കാരണക്കാരി ആ സ്ത്രീ കൂടിയാണ്, സൂഫിയ മദനി. എന്താ അവർക്ക് എന്താ റോള്? ഈ വഴിതെറ്റിച്ചു അന്തമായ അവരുടെ ഈ ആർത്തി, പണത്തോടുള്ള ആർത്തി. മദനിയെ വെച്ച് കാശുണ്ടാക്കുന്നതിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രോത്സാഹനം കൊടുത്തു. ഈ രീതി കൊണ്ടു ഈ അവസ്ഥയിലായി. ഇപ്പോൾ മദനിയുമായിട്ടുള്ള പാർട്ടി വിട്ടതിന് ശേഷം എന്നെ വധിക്കാനായിട്ട് ആളിനെ വിട്ടു. മദനി തന്നെ? ആ വിട്ടയാള് ഇവിടെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഒരുത്തനുണ്ടായിരുന്നല്ലോ, കുന്തറ ആ ഭാഗത്തുള്ള പേരൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ മദനി സാറ് ശത്രുതയുടെ കാര്യം എന്താ? ശത്രുത ഞാനിരുന്ന ഞാൻ പുറത്താവുമെന്നുള്ളൊരു ഭയം കൊണ്ട് ബോംബുമായിട്ട് ഒരുത്തൻ ചുറ്റിക്കിറങ്ങി നടന്നു. അവനെ തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ അവനെ ഭുവനേന്ദ്രനാണ് പിടിച്ചത്, ശിവസേന. ഇവർ പിടിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം അവിടെ ഇട്ടിരുന്ന് പിറ്റേ ദിവസം പോലീസിൽ ഏൽപ്പിച്ച് പോലീസുകാർ കൊണ്ടുപോയി അവൻ റിലീസ് ചെയ്തു. അവനാണ് പിന്നെ ബോംബ് കേസിൽ ചാകുന്നത്. അവൻ്റെ തൂക്കിക്കൊല്ലുന്നതൊക്കെ ചെയ്തല്ലോ. മദനി ഒരുപാട് കേസുകളിൽ അറസ്റ്റിലായി, ഒരുപാട് കാലം ജയിലിലായി. അക്കാലത്തൊന്നും പിന്നെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ക്ലോസ് ചെയ്ത ഫയൽ റീഓപ്പൺ ചെയ്യില്ല. ഞാൻ പാർട്ടി വിട്ട് ഇവിടെ വന്ന് ഒരാഴ്ച ഇപ്പോൾ ഫോണിൽ കൂടെ തെറിവിളിയാണ് ഒരു വിഭാഗം. കുറേ എണ്ണം അന്വേഷിക്കും സാർ എന്താണ് കാര്യങ്ങളൊക്കെ. നല്ലൊരു വിഭാഗം, നല്ല ചെറുപ്പക്കാർ കുറേ പേര്. ഞാൻ ഉള്ളൂർ രമ ടെക്സ്റ്റൈൽസിൽ കൈലിയൊക്കെ വാങ്ങാനായിട്ട് ചെന്നപ്പോൾ കൗണ്ടറിൽ ഒരു മനുഷ്യൻ നിൽക്കുക.
മുതലാളിയുടെ അടുത്ത്. ഇവിടെ ബന്ധുവായത് കണ്ടുകൊണ്ട് ഇങ്ങനെ തൊഴുതു. ഞാനും തൊഴുതു. സാർ പീഡിപ്പി വിടാനുണ്ടായ കാരണം എന്താണ്? ഞാൻ ആണുങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനാണ് ചാന്നാങ്കര MP കുഞ്ഞ്. ഓ, ചന്ദ്ര MP കുഞ്ഞ് മുസ്ലിം ലീഗിലുണ്ടായിരുന്നു ആ നേതാവ്. ഓ, ഞാൻ സന്തോഷം കണ്ടു. സാർ അതിന് ഒരുപാട് ആരോപണങ്ങൾ സാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് മറുപടി കൊടുക്കണമെന്നുള്ള വേദിയില്ലാതെ ഞാനിവിടെ പറയുന്നു. റോട്ടിൽ പറഞ്ഞുകൊണ്ട് കിടന്നാൽ മതിയോ? സാർ വേദി ഉണ്ടെങ്കിൽ സാറ് പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറയാം, സംശയമൊന്നും വേണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇയാൾ എന്നെ ഫോണിൽ വിളിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നെ സമദാനി ഇവിടെ മത്സരിക്കുകയായിരുന്നല്ലോ ഗുരുവായൂർ. ആ സമയത്താണ് ആ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോയി. പിന്നെ അവർ ഒരു 5 വർഷം എന്നെ ചുമന്നുകൊണ്ട് കടന്നു. അപ്പോൾ ഈ നാണയത്തിൻ്റെ മറുവശമാണ് ഈ നാണയം. വ്യത്യാസങ്ങളൊന്നുമില്ല. ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് ആവശ്യം. ഓക്കെ. അപ്പോഴേക്ക് 2 പാർട്ടിൽ 2 തവണ ക്യാൻസർ വന്നു. ഇത് വന്ന് ഇവിടെ ആദ്യം ലങ്സിൽ വന്നു, പിന്നെ ഇങ്ങനെ കഴുത്തിൽ. ലങ്സിൽ എടുത്തതിന് ശേഷം പിന്നെ അത് സ്പ്രെഡ് ചെയ്തില്ല. അത് റേഡിയേഷൻ കൊണ്ട് മാറി. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ചെറിയ കുമിളകൾ പോലെ ശ്വാസകോശത്തിനകത്തുണ്ടായിട്ട് അത് പൊട്ടും. അപ്പോൾ ബ്ലീഡിങ് വരും. അപ്പോൾ അതിൻ്റെ ഗുളിക കഴിക്കുക. അതിപ്പോഴും ഉണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, അല്ല വേറെ മാർഗ്ഗമില്ലല്ലോ. ഇപ്പോൾ ഈ രോഗി ആയതിനു ശേഷവും സാർ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ എടുക്കുന്നത് അഴിമതിക്കെതിരായിട്ട് വിവരാവകാശ രേഖകൾ. ആദ്യത്തെ വിവരാവകാശ രേഖ 2003 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വന്നപ്പോൾ, വിവരാവകാശത്തിന് മുമ്പ് വിവരാവകാശം വരുന്ന 2005 അതിൻ്റെ പുറംചട്ട മാറ്റിയാണല്ലോ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഈ പൊതുപ്രവർത്തക അഴിമതി കമ്മീഷൻ ഈ സെസ്സിൻ്റെ അഴിമതി കേസിലെ ജഡ്ജ്മെൻറ്റ് എനിക്ക് തന്നില്ല, വാദിയായ. അത് ഞാനെടുത്തു ഇതിൻ്റെ പുറത്ത്. അതോടുകൂടി ആ നിയമത്തിൻ്റെ ആദ്യത്തെ അവസാനമായ രേഖകൾ ഇല്ലാതായി. പിന്നെയാണ് വിവരാവകാശം വന്നത്. പിന്നെ ഈ സെസ് ഡയറക്ടറെ വ്യാജ ഡിഗ്രി പുറത്തു കൊണ്ടുവന്ന് അയാളെ പുറത്താക്കുന്നു. എവിടുത്തെ ഒരു ഡയറക്ടർ ബാബ, സെസ്സിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ്, അയാൾക്ക് PhD ഉണ്ട് മോസ്കോയിൽ നിന്ന്, MSc ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അയാളെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാജരാക്കിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അത് വിവരാവകാശപ്രകാരം എടുത്തു വന്നപ്പം വ്യാജമാണ്, അയാൾ പുറത്തു പോയി, പുറത്താക്കി. രണ്ടാമത്തത് അച്യുതാനന്ദൻ്റെ മോൻ്റെ കേസ്, അരുൺകുമാർ. സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഒടുവിൽ വിവരാവകാശത്തിൽ മാർക്ക് ലിസ്റ്റ് എടുത്തു വന്നപ്പോൾ നല്ല മാർക്കുണ്ട്. ഇയാൾ ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഏതോ മാർക്കൊക്കെ റീറൈറ്റ് ചെയ്ത് കേട്ടോ, ആ കേസ് സാറാണ് പുറത്തു കൊണ്ടുവന്നത്. ഞാനാണ് കൊണ്ടുവന്ന് ഇയാളെ PhD ഇല്ലാതാക്കിയത്. പിന്നെ ശാസ്ത്ര കൗൺസിലിൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, EP യശോധരൻ. അവൻ വ്യാജ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഇരിക്കുകയായിരുന്നു ഈഴവനായിട്ട്. അച്ഛനെ കൊണ്ടെടുപ്പിച്ച് ഈ വെപ്പൺ ഇൻസ്പെക്ടറായിരുന്നു UN. ഇതൊക്കെ ഈഴവന്മാർ തന്നെയാണ് താനും. അല്ല, എനിക്ക് അഴിമതി കാണിക്കുന്ന ഈഴവനൊന്നുണ്ട്, നായരൊന്നുണ്ട്, ഇല്ല. തീർച്ചയായിട്ടും ധർമ്മമാണ്, ധാർമ്മികതയാണ്. പിന്നെ എൻ്റെ മോൻ കാണിച്ചാലും അഴിമതിയാണ്. എൻ്റെ മോൻ അദ്വൈതത്തിന് പോകുന്നത് ഞാൻ കൊടുത്ത ഉപദേശം എന്താണെന്ന് അറിയാൻ സാറിന്. ശമ്പളമല്ലാതെ കിമ്പളം വാങ്ങരുത്. 100 രൂപ ശമ്പളം തരികയാണെങ്കിൽ 80 രൂപയ്ക്ക് ജോലി ചെയ്യും. കൃത്യമായ ഓഫീസിൽ പോകും. അരുൺകുമാർ എൻ്റെ മോൻ്റെ ഞാൻ മൂത്തവന് എല്ലാവരുടെ കേസിൽ യാത്ര ചോദിക്കാൻ വന്നപ്പോൾ കൊടുത്ത ഉപദേശമാണ്. എൻ്റെ പേരിൽ ഒരു കറക്ഷൻ വന്നാൽ നിന്റെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ നിവേദനം കൊടുക്കുന്ന ഞാനായിരുന്നു. ഈ കെട്ടിടം പറിക്കാനായിട്ട് പെർമിറ്റിന് അപേക്ഷ കൊടുത്തു. ഏത് കെട്ടിടം? ഇത് നിർമ്മിക്കാനോ? ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുത്തപ്പോൾ ഓവർസിയർ 30,000 രൂപ ചോദിച്ചു കൈക്കൂലി. സാറിനോട് പോലും? എൻ്റെ മകനാണ്, എൻ്റെ പേർക്കാണ്, അവൻ്റെ എൻജിനീയർ, നമ്മുടെ പയ്യനാണ്. അവൻ വന്ന് പറഞ്ഞു, ചേട്ടാ 30,000 രൂപ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഞാൻ കൈക്കൂലി കൊടുക്കുന്നത്, എനിക്ക് പെർമിറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആർക്കെങ്കിലും 5 സെൻറ്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വിൽക്കണം. അത് പെർമിറ്റിലേക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഞാനും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു. പരാതി എന്തെന്ന് വെച്ചു, ഇങ്ങനെ കെട്ടിടം പെർമിറ്റിന് കൊടുത്ത് 30,000 രൂപ ചോദിക്കുകയാണ്, കൈക്കൂലി ഇല്ലായിരുന്നു.
കൈക്കൂലി കൊടുത്ത് പെർമിറ്റ് വാങ്ങില്ല. ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് ഈ സ്ഥലം ഗവൺമെൻറ് മാർക്കറ്റ് വില അനുസരിച്ച് നിങ്ങൾ സർക്കാരിന് എടുക്കുക, അല്ലെങ്കിൽ എനിക്ക് പെർമിറ്റ് തരിക. അതുമല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ എന്നെയും എൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യയും ദയാവധം നടത്താൻ ഉത്തരവാകും. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്ത് അത് നേരെ അങ്ങ് അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി മലയാള മനോരമ അയച്ചു, 24-ന് അയച്ചു. ശ്രീനിധി നായരിട്ട് നല്ലവണ്ണം കലക്കി. അങ്ങനെ വിജിലൻസ് അന്വേഷണമായി 21 മാസം ഞാൻ കയറി ഇറങ്ങി വിനാശത്തിൽ എല്ലാം എടുത്തപ്പോൾ ഇവിടെ ഞാൻ പെർമിറ്റിന് കൊടുക്കുന്നതിന് 3 മാസത്തിന് മുമ്പ് ഇവർ പെർമിറ്റ് കൊടുത്തിരിക്കുന്നു ഡെവലപ്മെൻറ്റ് ഏരിയയിൽ ഗവൺമെൻറ് സെക്രട്ടറിയുടെ. ഇത് അറിഞ്ഞുകൊണ്ടാണ് അതിനെതിരായി ഞാൻ ഓംബുഡ്സ്മാനിൽ കേസ് ഫയൽ ചെയ്തു. ഞങ്ങൾക്ക് 18,50,000 രൂപ നഷ്ടം വന്നിട്ടുണ്ട്, ലേബർ ആൻഡ് മെറ്റീരിയൽ. അത് കഴിഞ്ഞ ആഴ്ച ഉത്തരവായി 10-ാം തീയതി നഷ്ടം കൊടുത്തോളാൻ പറഞ്ഞു. ഒരു ഉപേക്ഷയില്ലാന്ന് പറഞ്ഞു. അതിൽ LSD ഓംബുഡ്സ്മാൻ. അവിടെ ഓംബുഡ്സ്മാൻ ഇല്ല, 1 വർഷമായി. ലിഫ്റ്റില്ല. ഞാൻ KCD എന്നപ്പോൾ ലിഫ്റ്റും ഇല്ല, ഓംബുഡ്സ്മാനും ഇല്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി, വാർത്ത വന്നു, ഓംബുഡ്സ്മാനെ നിയമിച്ചു. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലും വേദികളിലും ഒന്നുമില്ല? ഇല്ല. ഇവരുടെ ഈ കൊടിയുടെ നിറ വ്യത്യാസമല്ലാതെ സ്വഭാവത്തിന് പെരുമാറ്റത്തിന് വ്യത്യാസമില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കൊടിയിൽ മാത്രമേ കൊടിയുടെ നിറ വ്യത്യാസമുള്ളൂ. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ CPM ചേർന്നാൽ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യും. അപ്പോൾ ഇതിനുള്ള വ്യത്യാസം ആർക്ക്? കൊടിക്കല്ലേ അയിത്തമുള്ളൂ.